ഇനിയോ കേട്ടോ, നമ്മുടെ ഇബാദത്തിൽ മാധുര്യമില്ലാത്തതിൻ്റെ കാരണം പറഞ്ഞു. നമ്മുടെ ഹൃദയം കട്ടിയായി പോകുന്നത് കൊണ്ടാണ് എന്ന്. എന്നാൽ അതേ ഹൃദയം മൃദുലമാവാൻ, അതേ ഹൃദയം ലോലമാവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിലത് പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ മനസ്സിന് മൃദുലത വരാൻ അതിൽപ്പെട്ടതാണ് ഇന്ന ഹാദിഹിൽ ഖുലൂബ തസ്ദഉ കമാ യസ്ദഉൽ ഹദീദ്. ഇരുമ്പ് തുരുമ്പിക്കുന്നതുപോലെ ഹൃദയവും തുരുമ്പെടുത്തു പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹൃദയം തുരുമ്പെടുത്താലുള്ള അവസ്ഥ എന്താ? പിന്നെ ഭയഭക്തി ഉണ്ടാവൂല, പിന്നെ ഇബാദത്തുകളിൽ ആസ്വാദനം ഉണ്ടാവൂല. അതുകൊണ്ട് എന്ത് വേണം? അപ്പൊ റസൂലുള്ളാഹിനോട് സ്വഹാബികൾ ചോദിക്കുന്നുണ്ട്, ആ തുരുമ്പിച്ച ഹൃദയത്തെ ശുദ്ധിയാക്കാനുള്ള മാർഗം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അക്സിറൂ തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം നിങ്ങൾ അധികരിപ്പിക്കണമെന്നാണ്. നല്ലോണം ഖുർആൻ ഓതുക. ഇനി മുസാഫ് നോക്കിയിട്ട് ഓതാൻ അറിയാത്തവരാണെങ്കിലോ കാണാതെ അറിയുന്ന പല സൂറത്തുകളുമില്ലേ, അതൊക്കെ ഒന്ന് ധാരാളം ഓതൂ. അതിൽപ്പെട്ടതാണ് അൽഹാകുമുത് തകാസുർ. അതിൻ്റെ ഒരു മഹത്വം പറഞ്ഞു തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളോട് ചോദിക്കുന്നുണ്ട്, അല്ലയോ സ്വഹാബ, എല്ലാ ദിവസവും 1000 ആയത്തുകൾ ഓതിയതിൻ്റെ കൂലി 1000 ആയത്തുകൾ നിങ്ങൾക്ക് ഓതാൻ കഴിയുമോ എന്ന് സ്വഹാബത്ത് കൈമലർത്തുകയാണ്. യാ റസൂലല്ലാഹ്, നബിയേ എങ്ങനെയാണ് 1000 ആയത്തുകൾ ദിവസവും ഓതാൻ കഴിയുക? അത് പ്രയാസമല്ലേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, സൂറത്തുൽ തകാസുർ ഒരു തവണ ഓതിയാൽ 1000 ആയത്തുകൾ ഓതിയതിന്റെ കൂലിയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറവുന്നൽ ജഹീം സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഒരു തവണ ഇത് ഓതിയപ്പോ 1000 ആയത്തുകൾ ഓതിയതിന്റെ കൂലിയാ അല്ലാഹു നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്.